ഒരു ദിവസം രാവിലെ നിങ്ങൾ എണീക്കുമ്പോൾ ഒരു ബ്രാൻഡ് നിങ്ങളെ പ്രൊമോഷൻ വീഡിയോന് വേണ്ടി ഒരു ഫ്രീ പ്രോഡക്റ്റ് അയച്ചാലോ? എന്നാൽ ഇതേ സെയിം സംഭവമാണ് എനിക്ക് 2 ആഴ്ച മുന്നേ സംഭവിച്ചത്. എനിക്ക് പ്രോഡക്റ്റ് അയച്ചത് ഞാൻ വലിയ ഫേമസ് ആയ യൂട്യൂബർ ആയതുകൊണ്ടോ ഇല്ല എനിക്ക് മില്യൺ വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ടോ അല്ല. ബിക്കോസ് 90% ഓഫ് കണ്ടന്റ് ക്രിയേറ്റർ ചെയ്യാത്ത ഒരു ചെറിയ കാര്യം ചെയ്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് PR പ്രോഡക്റ്റ് കിട്ടിയത്. സോ ഈ വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കും ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ PR പ്രോഡക്റ്റ് റിസീവ് ചെയ്യാത്ത ആൾക്കാർക്കും ആൻഡ് ഓൾസോ ഒരു സൈഡ് ഇൻകം ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കും കൂടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ ഈ വീഡിയോൻ്റെ അകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞാൻ എങ്ങനെ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തു, ആൻഡ് എങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് PR പ്രൊഡക്റ്റിനെ അപ്ലൈ ചെയ്തു, ആൻഡ് എങ്ങനെ എനിക്ക് അതിൽ സെലക്ഷൻ കിട്ടി, ആൻഡ് ഓൾസോ ഞാൻ ഇതിലൂടെ എങ്ങനെയാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നുണ്ട്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ എത്ര ഇൻകം ജനറേറ്റ് ചെയ്തെന്നും കൂടി കാണിക്കുന്നുണ്ട്. സോ അധികം സംസാരിച്ച് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ലെറ്റ്സ് ഗോ. സോ എങ്ങനെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്? ഇറ്റ് വാസ് മൈ ബിഗ് ഡ്രീം ടു ബി എ കണ്ടന്റ് ക്രിയേറ്റർ. ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ കുറേ വീഡിയോസ് എടുക്കാറുണ്ട്. എനിക്ക് 5 കൂടുതൽ ചാനലുണ്ടായിരുന്നു. ബട്ട് ഒറ്റത് ഇന്നേ വരെ ഒരു 500 സബ്സ്ക്രൈബേഴ്സിൻ്റെ മേലെ പോയിക്കില്ലേന്. സോ 2026 ജൂൺ 1 വിത്ത് മൈ ഫ്രണ്ട്സ് സപ്പോർട്ട്സ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇപ്പോൾ ഈ ചാനൽ 8.2K സബ്സ്ക്രൈബേഴ്സിൽ നിൽക്കുന്നതാണ്. ആൻഡ് ബിഗ് താങ്ക്സ് ടു മൈ ഫ്രണ്ട്സ് ആൻഡ് മൈ സബ്സ്ക്രൈബേഴ്സ് ടു സപ്പോർട്ടിങ് മീ. ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനാവോ അത്രേ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോ. ബിക്കോസ് ഇപ്പം നിങ്ങൾ വൈകിക്കില്ല, ബട്ട് ഇനി നിങ്ങൾ വൈകിയാലോ. ആൻഡ് കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരോട് പറയാനുള്ളത്, ബ്രോ കീപ് പോസ്റ്റിംഗ്, ഒരിക്കലും ഡീമോട്ടിവേറ്റ് ആകണ്ട. വൺ ഡേ യു വിൽ ഗെറ്റ് എ റിസൾട്ട്. സോ കീപ് പോസ്റ്റിംഗ്. സോ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഡൂം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ടെമ്മുവിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ വന്നു. അതിൻ്റെ അകത്ത് ഓലൊരു സ്പെഷ്യൽ ലിങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ ഞാൻ കയറി ആൻഡ് ഞാൻ അതിൻ്റെ അകത്ത് സൈനപ്പ് ചെയ്ത് ആപ്ലിക്കേഷൻ നോക്കുമ്പോഴാണ് ഞാനൊരു സംഭവം മനസ്സിലാക്കുന്നത്. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ആൻഡ് നിങ്ങളൊരു ഇൻസ്റ്റഗ്രാമോ ടിക്ടോക്കോ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ 1000 ഫോളോവേഴ്സിന് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. സോ ഞാൻ വളരെ ഷോക്കിലായിരുന്നു. ബിക്കോസ് 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. പിന്നെ ഞാൻ എന്താ ചെയ്യാണ്ടിരുന്നത്? ഇനി എനിക്ക് എങ്ങനെ സെലക്ഷൻ കിട്ടി? ആഫ്റ്റർ സീയിങ് ദിസ് അപ്ലിക്കേഷൻ എനിക്ക് ആ സമയത്ത് 7K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. സോ ഞാൻ അപ്ലൈ ചെയ്തു. അതുപോലെ എല്ലാ ക്രൈറ്റീരിയസിലും ഞാൻ മാച്ച് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആൻഡ് എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സിൻ്റെ മേലെ ഉണ്ട്. സോ അപ്ലിക്കേഷൻ പോലെ അക്സെപ്റ്റ് ചെയ്ത് വെരിഫിക്കേഷന് വേണ്ടി അയച്ചു. ആൻഡ് വെരിഫൈ ആവാൻ 2 to 3 days എടുത്തു. ആൻഡ് ഫൈനലി എൻ്റെ അക്കൗണ്ട് വെരിഫൈ ആയി. ഇനിയാണ് നമ്മൾ കുറച്ച് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് വരുന്നത്. സോ ഇതിൻ്റെ അകത്തോളി നമുക്ക് സീഡിങ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സംഭവം തരും. സോ സീഡിങ് പോയിന്റ് നമ്മൾ വാങ്ങുമോ ഒന്നും ചെയ്യേണ്ട, ഓൾറെഡി തരും. പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ക്യാഷും ഈ സീഡിങ് പോയിന്റും ഇൻക്രീസ് ആകുന്നതായിരിക്കും. സോ ഈ സീഡിങ് പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഓരോ ക്യാമ്പയിൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്. സോ ഈ ക്യാമ്പയിൻസിൻ്റെ അകത്ത് നിങ്ങൾ സാമ്പിൾ പ്രൊഡക്റ്റ്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 25 സീഡിങ് പോയിന്റ് ഉള്ളതെന്ന് വെച്ചാൽ 25 ദിർഹംസിൻ്റെ ഇല്ല എത്രയാണോ നിങ്ങളുടെ കയ്യിൽ സീഡിങ് പോയിന്റ്സ് ഉള്ള ആ പോയിന്റ്സിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത്. ഈ ഒരു സീഡിങ് പോയിന്റ്സിൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങളായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. സോ 20 സീഡിങ് പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 25 ദിർഹംസിൻ്റെ ഒരു സാധനം പിക്ക് ചെയ്യാം. സോ അങ്ങനെയാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിലൂടെ എങ്ങനെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാം? സോ ഇൻകം ജനറേറ്റ് ചെയ്ത് വളരെ ഈസിയാണ്. സോ ഏൺ ആൻഡ് പോസ്റ്റിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ക്യാമ്പയിനിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളെ സീഡിങ് പോയിന്റ്സിനനുസരിച്ച് നിങ്ങളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക. ആൻഡ് ആ പ്രൊഡക്റ്റിൽ നിങ്ങളെ അഡ്രസ്സും നിങ്ങളെ പേരും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അവർ ചോദിക്കും. ആ സംഭവങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങളെ സാധനം വിത്തിൻ 7 days ഒരു ഡെലിവറി ചെയ്ത് തരും. നിങ്ങളെ ഫസ്റ്റ് PR പ്രൊഡക്റ്റ് നിങ്ങളെ കയ്യിലുണ്ടാവും. സോ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓല് പറയുന്ന മാതിരി ഒരു വീഡിയോ എടുത്ത് അത് നിങ്ങളെ ഏതാ പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അതിൽ അപ്ലോഡ് ചെയ്ത് ആ ലിങ്ക് ഓല് സബ്മിറ്റ് ചെയ്യാൻ പറയും. സോ ആ ലിങ്ക് വിത്തിൻ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ ലിങ്ക് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഓല് നിങ്ങളെ കണ്ടന്റ് റിവ്യൂ ചെയ്യും. സോ അത് ലേശം ടൈം കൺസ്യൂമിങ് ആണ്. സോ ബട്ട് പേഷ്യൻസ് കീപ്പ് ചെയ്യുക. കണ്ടന്റ് ഓല് റിവ്യൂ ചെയ്ത് ഓലിക്ക് അത് ഓക്കെ ആണെന്ന് തോന്നിയാൽ ഓല് നിങ്ങളെ കണ്ടന്റ് അപ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് എത്രയാണോ ഓല ആ ക്യാമ്പയിനിൽ ക്യാഷ് തരിക, സീഡിങ് പോയിന്റ് തരിക, അത് നിങ്ങളെ ഇൻഫ്ലുവൻസർ അക്കൗണ്ടിൽ
ക്രെഡിറ്റ് ആവും. യു എയിൽ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ എല്ലാം AEDയിലാണ് വരുന്നത്. സർ അക്കൗണ്ടിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ പേപ്പേയിൽ കൂടിയാണ് ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടത്. ആൻഡ് പേപ്പേയിലോട്ടേക്ക് നമുക്ക് ഇത് ക്രെഡിറ്റ് ചെയ്യണമെങ്കിൽ മിനിമം 80 ദിറംസ് എങ്കിലും വേണം. സോ ഓല് നിങ്ങൾക്ക് ഒരു മിനിമം ബാലൻസ് തന്നിട്ടുണ്ടാവും. സോ ആ മിനിമം ബാലൻസ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ. ആൻഡ് ത്രൂ പേപ്പേൽ നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാനും പറ്റും. സോ ഇത്രേ നമ്മളെ പ്രോസസ്സ് ഉള്ളൂ നമുക്ക് നമ്മളെ PR പ്രൊഡക്റ്റ് കിട്ടാനും നമ്മളെ ഏണിങ്സ് കിട്ടാനും. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ സീഡിങ് പോയിന്റ്സും കൂടിയിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് അടുത്ത സാമ്പിൾ പ്രൊഡക്റ്റിന് അപ്ലൈ ചെയ്യാം. നമ്മൾ വീഡിയോൻ്റെ ഫൈനൽ പാർട്ടിലോട്ടേക്ക് എത്തി. ഹൗ മച്ച് ഐ ഏൺ. എൻ്റെ ഫസ്റ്റ് PR പ്രൊഡക്റ്റ് എനിക്ക് ഒരാഴ്ച മുന്നേ ആയിരുന്നു കിട്ടിയത്. സോ ഓല എനിക്ക് പേ ചെയ്തത് 25 ദിറംസും 25 സീഡിങ് പോയിന്റ്സും ആയിരുന്നു. ഓല അത്രയായിരുന്നു പേ ചെയ്തത്. ഇപ്പോൾ ഓല് PR പ്രൊഡക്റ്റ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു. ആൻഡ് എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തോ. ബിക്കോസ് നിങ്ങൾ ടൈം പോകുന്നതാണ്. ആൻഡ് കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരോട് പറയാനുള്ള പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം എന്തായാലും നിങ്ങളുടെ വീഡിയോ 500 സബ്സ്ക്രൈബേഴ്സിൻ്റെ മേലെയൊക്കെ പോകും. സോ ആരും ഡീമോട്ടിവേറ്റ് ഒന്നും ആവണ്ട. ആൻഡ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. സോ ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും പീസ് ഔട്ട്.